ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമെന്നും ആസുരിക ശക്തികളെ ഇല്ലാതാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിൻതലമുറക്കാരാണ് ഭാരതീയരെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത് ലോകം അറിഞ്ഞു. ബ്രഹ്മോസിന്റെ പ്രകമ്പനം പാകിസ്ഥാനിൽ മുഴങ്ങി. വെറും 23 മിനിറ്റിലാണ് പാകിസ്ഥാനെ നിലം പരിശാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ ഭുജ വ്യോമതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി. പാകിസ്ഥാൻ ഭാരതത്തിന്റെ നിരീക്ഷണത്തിലാണ്. പെരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ നല്ലത്, അല്ലാത്ത പക്ഷം കഠിന ശിക്ഷ നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. गड़बड़ करता है तो उसको कुछ समय के लिए मजिस्ट्रेट गुड बिहेवियर के प्रोबेशन पर रखते हैं। अगर वह व्यक्ति प्रोबेशन के दौरान कोई भी शरारत करता है तो उसे उचित दंड भी दिया जाता है। ठीक उसी तरह वर्तमान सीज फायर में हमने पाकिस्तान को बिहेवियर के आधार पर अभी प्रोबेशन पर रखा हुआ है। यदि उसका बिहेवियर सुधरता है तब तो ठीक, और यदि बिहेवियर में फिर से गड़बड़ी आती है तो उसको कड़े से कड़ा दंड दिया जाएगा. ആസുര ശക്തികളെ ഇല്ലാതാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിന്മുറക്കാരാണ് നാം. രാമവചനങ്ങളെ പിന്തുടർന്ന് ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ ഭാരതീയർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. साथियों, अब आतंकवाद के विरुद्ध लड़ाई केवल सुरक्षा का विषय नहीं बल्कि नेशनल डिफेंस डॉक्ट्रिन का यह हिस्सा बन चुकी है. हम आपके साथ मिलकर इस प्रॉक्सी और हाइब्रिड वॉरफेयर को जड़ से समाप्त करेंगे. रक्षा मंत्री होने के नाते यह संकल्प मैं दोहराना चाहता हूं. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രം. ചിത്രം ലോകത്തിന് മുന്നിൽ യഥാസമയം പ്രദർശനത്തിനെത്തും. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ഓപ്പറേഷൻ സിന്ദൂർ എന്ന യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന അവരുടെ ശക്തി പ്രകടിപ്പിക്കുക മാത്രമല്ല, യുദ്ധനയവും സാങ്കേതിക വിദ്യയും മാറിയിട്ടുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക കൂടിയാണ്. എയർ ചീഫ് മാർഷൽ AP സിംഗിനും മുഴുവൻ ടീമിനും നന്ദിയെന്നും രാജ്നാഥ് സിംഗ്. ജനം, ഡൽഹി.